ഇനി എന്തെങ്കിലും വചനം ചൊല്ലാനുണ്ടോ? അത് കഴിഞ്ഞിട്ട് മതി, കഴിഞ്ഞിട്ട് മതി അല്ലേ? സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. യാ ദേവി സർവഭൂതേഷു വിദ്യാരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. ദേവി, ഇപ്പോൾ നമുക്ക് ദേവിയുടെ ഏത് സ്വരൂപത്തെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരിക ഒരു മനുഷ്യന്? ദേവിയുടെ പലതരം വിഭൂതികളുണ്ട്. അത് ദേവി മഹാത്മ്യത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ ദേവിയുടെ ശക്തികളെ ആവശ്യമാണ്. പഠിക്കുന്ന സമയത്ത് ദേവി വിദ്യയുടെ രൂപത്തിൽ നമ്മളിൽ പ്രകാശിക്കണം, അറിവിൻ്റെ രൂപത്തിൽ. കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇച്ഛാശക്തിയുടെ രൂപത്തിൽ പ്രകാശിക്കണം. ഈ നമുക്ക് ഉറക്കത്തിൽ നിദ്രയുടെ സമയത്തും തമോ ഗുണത്തിൻ്റെ ശക്തിയായിട്ടും നമ്മൾ വർത്തിക്കാം. 3 ഗുണങ്ങളും ദേവിയിൽ തന്നെയാണെങ്കിലും ഇവിടെ നമുക്ക് 3 ഗുണങ്ങളും ആവശ്യമാണ്. സത്വവും രജസ്സും തമസ്സും വേണം. സത്വഗുണം മാത്രമായാൽ നമുക്ക് ഉന്മേഷത്തോടെ ജോലികൾ ചെയ്യാൻ സാധിക്കില്ല. ശരീരത്തിനെ കുറിച്ച് ഊർജം വേണമല്ലോ. നമുക്ക് 3 ഗുണങ്ങളും ആവശ്യമാണ്. പക്ഷെ 3 ഗുണങ്ങളും അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ കൊണ്ടു നടക്കുവാൻ നമ്മൾ പഠിക്കണം. തമോ ഗുണം ഒരു മനുഷ്യനിൽ വർദ്ധിച്ചു വരുമ്പോഴാണ് കൂടുതൽ മടിയുണ്ടാകുന്നത്. ദേവിയിലെ 3 ഗുണങ്ങളുണ്ടെങ്കിലും ഈ ഗുണങ്ങൾ ദേവിയെ ബന്ധിക്കുന്നില്ല, പക്ഷേ മനുഷ്യനെ ബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ ബന്ധിക്കുന്ന ഈ ഗുണങ്ങളിൽ നിന്നും നമുക്ക് പുറത്തു കടക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദേവിയെ ആരാധിക്കുന്നത്. ഇനി ഈശ്വരൻ എന്നത്, ഈശ്വരനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലെ ഏറ്റവും തീവ്രമായ ഒരു ആഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കണം. മനുഷ്യൻ എപ്പോഴും ലോകത്തിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അവനവന് വേണ്ട സന്തോഷമാണ്. ഞാൻ എപ്പോഴും സന്തോഷമായിരിക്കണം, അതിനുവേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനെക്കുറിച്ചായിരിക്കും എൻ്റെ മനസ്സിലുള്ള ചിന്തകൾ. പക്ഷെ മനുഷ്യൻ അറിയാത്തൊരു കാര്യം, മനുഷ്യൻ ആവശ്യം സന്തോഷമാണെങ്കിലും സന്തോഷത്തെ അന്വേഷിക്കുന്നത് പുറമേ ആയതുകൊണ്ട് മനുഷ്യൻ നിരാശയിലകപ്പെട്ടു പോകും. ലഭിക്കും, എന്തെങ്കിലും ഒരു വസ്തു ലഭിച്ചാലോ കുറച്ചു നേരം അതിൻ്റെ സന്തോഷം മനസ്സിൽ നിൽക്കുമെങ്കിലും ഒരു അവസാനിക്കാത്ത സന്തോഷം മനുഷ്യന് പുറത്തു നിന്നും പ്രാപ്തമാകുന്നില്ല. കാരണം സന്തോഷം യഥാർത്ഥത്തിൽ ഇരിക്കുന്നത് മനുഷ്യനിൽ തന്നെയാണ്. ഈശ്വരൻ്റെ യഥാർത്ഥ സ്വരൂപവും ആനന്ദം തന്നെയാണ്. അതുകൊണ്ട് സന്തോഷം നമ്മൾ പുറത്ത് അന്വേഷിക്കുന്നതിന് പകരം അകത്തന്വേഷിക്കാനുള്ള പരിശ്രമം മനസ്സിന് കൊടുത്താൽ മനസ്സിന് ക്രമേണ സന്തോഷം ഉള്ളിൽ കണ്ടെത്തുവാൻ സാധിക്കും. മനസ്സെപ്പോഴും പുറമേയുള്ള വസ്തുക്കളെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കരുതും പുറമേയുള്ള വസ്തുക്കളുടെ അഭാവത്തിൽ ഞാൻ സുഖിയല്ല. അന്തർമുഖമാക്കി തീർക്കണം ഈ മനസ്സിനെ ക്രമേണ. എന്നാൽ നമുക്ക് പെട്ടെന്ന് ധ്യാനത്തിലുള്ള ഏകാഗ്രതയും കൈവരിക്കാൻ സാധിക്കും. രാമകൃഷ്ണ പരമഹംസർ വളരെ നല്ലൊരു ഉദാഹരണം പറയുന്നു. സജ്ജനങ്ങളും ദുർജനങ്ങളും തമ്മിലുള്ള വ്യത്യാസം വളരെ എളുപ്പത്തിൽ എടുത്തു കാണിച്ചു തരും. ഇതുപോലെയാണ് മുറവും അരിപ്പയും പോലെയാണ്. മുറം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അരി ചേറുമ്പോൾ അതിലുള്ള വേണ്ടാത്ത വസ്തുക്കൾ പുറത്തേക്ക് പോകും, അരി മാത്രം മുറത്തിൽ നിൽക്കും. ഇതുപോലെ സജ്ജനങ്ങൾ നല്ല ഗുണങ്ങളെ മാത്രം അവരുടെ ഉള്ളിൽ ശേഖരിച്ചു വയ്ക്കും, വേണ്ടാത്ത ഗുണങ്ങളെ പുറത്തേക്ക് ഉപേക്ഷിക്കുകയും ചെയ്യും. എന്നാൽ ഈ അരിപ്പയുടെ സ്വഭാവം, ചായ അരിക്കുമ്പോൾ ആ ചണ്ടിയാണ് അരിപ്പയിൽ നിൽക്കുന്നത്, ചായ വേറൊരു പാത്രത്തിലേക്ക് വരും. ഇതുപോലെയാണ് ദുർജനങ്ങൾ വേണ്ടാത്ത ഗുണങ്ങളെ മുഴുവൻ അവരുടെ ഉള്ളിൽ ശേഖരിച്ചു വയ്ക്കുകയും ചെയ്യും, നല്ല ഗുണങ്ങളെ പുറത്തേക്ക് കളയുകയും ചെയ്യും. നല്ലത് പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കുവാനുള്ള ക്ഷമയും ധൈര്യവും സാധാരണ മനസ്സിൽ ക്രോധവും ദുഃഖവും അധികം വർദ്ധിച്ചിരിക്കുന്നവർക്ക് സാധിക്കില്ല. നമ്മൾ ഇന്നലെ കണ്ടത് 3 അധ്യായങ്ങൾ, 3-ാമത്തെ അധ്യായം വരെ പൂർണ്ണമായി. മഹിഷാസുര വധം ഇന്നലെ കണ്ടു.
ഇന്ന് ദേവി മഹാത്മ്യത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ അധ്യായം ദേവന്മാരും ഋഷിവര്യന്മാരും ദേവിയെ സ്തുതിക്കുന്നതാണ്. ദേവി സ്തുതിയാണ് 4-ാമത്തെ അധ്യായം. മഹിഷാസുര വധം കഴിഞ്ഞതിന് ശേഷം ദേവന്മാരെല്ലാവരും പല വിധത്തിലുള്ള അലങ്കാരങ്ങൾ ദേവിക്ക് സമർപ്പിച്ച് പുഷ്പങ്ങളും ധൂപദീപങ്ങളോടും ദേവിയെ ആരാധിക്കുന്നതാണ് 4-ാമത്തെ അധ്യായം. അവിടെ ദേവന്മാർ പറയുന്നു, ആദ്യത്തെ ശ്ലോകത്തിലെ സ്തുതി ഇതാണ്: ഹേ ദേവി, ദേവി ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ശക്തിയായി ഇരിക്കുമ്പോഴും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം ദേവിയിൽ തന്നെ നടക്കുമ്പോഴും ദേവിയിൽ തന്നെ ഈ 3 ഗുണങ്ങളും ഉണ്ടെങ്കിലും ദേവി ഇതിലൊന്നും ആകർഷിതയാകുന്നില്ല. പക്ഷേ ഒരു മനുഷ്യനോ ദേവിയുടെ മായ കൊണ്ട് അവൻ ഈ ലോകത്തിൽ മോഹം എന്ന വലയത്തിൽ അകപ്പെടുന്നു. അതുകൊണ്ട് ദേവി മോഹത്തെ അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകി എന്നും ഞങ്ങളെ അനുഗ്രഹിച്ചാലും. പിന്നീട് പറയുന്നു, ഹേ ദേവി, ദേവിയുടെ ഈ ശക്തികളെ വർണ്ണിക്കുവാൻ ത്രിമൂർത്തികൾക്ക് പോലും സാധ്യമല്ല. അങ്ങനെയുള്ള ആ ദേവിയെ ഞാൻ നമിക്കുന്നു. ഹേ ദേവി, ദേവി സദാ ഞങ്ങളെ രക്ഷിച്ചാലും. പിന്നീട് ആരാണോ സത്കർമ്മങ്ങളെ മാത്രം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ളൊരു പുണ്യവാനായ വ്യക്തിക്ക് സ്ത്രീയുടെ രൂപത്തിൽ ദേവി പ്രത്യക്ഷമാണ്. ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവന് സമ്പത്ത് പ്രാപ്തമാവുകയും ചെയ്യും. അവൻ്റെ പരിശ്രമമാകുന്ന ആ സമ്പത്ത് അതും ദേവിയുടെ അനുഗ്രഹം തന്നെയാണ്. ഇനി അധർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരിൽ അത്തരം വ്യക്തികളിൽ അലക്ഷ്മിയായി വർത്തിക്കുന്നതും ദേവി തന്നെയാണ്. ഇനി വിദ്വാൻമാരിൽ അവരിലെ അറിവായി വർത്തിക്കുന്നതും ഈ ദേവി തന്നെയാണ്. ഇങ്ങനെ ദേവി തന്നെ എല്ലാ നല്ല കാര്യങ്ങളിലും ദേവിയെ ദർശിക്കാൻ സാധിക്കും. എന്നാൽ എല്ലാ അധർമ്മത്തിലും ദേവിയെ തന്നെ ദർശിക്കാൻ സാധിക്കും. അതിനുദാഹരണം ശിവാനന്ദ സ്വാമികൾ ചിന്മയാനന്ദജിക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്, കാറിലെ പെട്രോൾ പോലെയാണ് ഈശ്വരൻ വസിക്കുന്നത്. ഈശ്വര ശക്തിയെ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണമെങ്കിലും പ്രയോഗിക്കാം, അതല്ല അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണമെങ്കിൽ പ്രയോഗിക്കാം. അതിൽ ഈശ്വരൻ നമ്മളെ ഒരിക്കലും തടുക്കുകയില്ല. പക്ഷേ കാലം കൊണ്ട് നമ്മൾ തെറ്റായ കാര്യങ്ങളാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ നിഷ്കർമ്മം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഒരു പന്ത് ചുമരിലേക്ക് എറിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരില്ല. നമ്മുടെ മനസ്സിൽ നിന്നും നല്ല ചിന്തകളാണ് പുറത്തേക്ക് പോകുന്നതെങ്കിൽ അത് കറങ്ങി കറങ്ങി നമ്മളിലേക്ക് തന്നെ തിരികെ വരും. വേണ്ടാത്ത ചിന്തകളാണ് മനസ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്നതെങ്കിൽ അതും അവസാനം കറങ്ങി നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യും. അതുകൊണ്ട് ഹേ ദേവി, എപ്പോഴും ഞങ്ങളിൽ സദ്ഗുണമായി ദേവിയുടെ ശക്തി വർദ്ധിക്കട്ടെ. പിന്നീട് സംസാരസാഗരത്തെ കടക്കുവാൻ സാധിക്കുന്ന ഒരു നൗകയായിട്ട് ദേവി ഞങ്ങളെ സദാ വർദ്ധിച്ചാലും ഞങ്ങൾ ഒരിക്കലും ദേവിയുടെ ഈ മായയിൽ അകപ്പെടാതിരിക്കട്ടെ. പിന്നീട് ഋഷിവര്യന്മാർ അത്യത്ഭുതത്തോടുകൂടി ദേവിയെ പറയുകയാണ്, ഈ മഹിഷാസുരൻ ദേവിയുമായി യുദ്ധം ചെയ്യാൻ വരുമ്പോൾ ഈ മഹിഷാസുരൻ എന്താണ് സംഭവിച്ചത്? ദേവിയുടെ അതുല്യമായ സൗന്ദര്യം കണ്ടിട്ടും ഈ മഹിഷാസുരൻ്റെ മനസ്സിൽ ക്രോധം എങ്ങനെയാണ് ജനിച്ചത്? ആ സൗന്ദര്യത്തിൽ എന്തേ മഹിഷാസുരൻ ആകർഷിതനാകാതിരുന്നത്? കാരണം സൗന്ദര്യം പോലും ആസ്വദിക്കണമെങ്കിൽ മനസ്സിൽ അല്പമെങ്കിലും സത്വഗുണം വേണം. ഇവിടെ മഹിഷാസുരനിൽ തമോഗുണമാണ് ഏറ്റവും അധികം വർദ്ധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദേവിയുടെ സൗന്ദര്യം സ്വന്തം കണ്ണുകൾക്ക് മുമ്പിൽ ദർശിച്ചിട്ട് കൂടി അതിനെ ആസ്വദിക്കാൻ ഈ മഹിഷാസുരന് സാധിച്ചില്ല. അങ്ങനെയുള്ള ദേവിയുടെ ആ സൗന്ദര്യത്തിന് മുമ്പിൽ ഞങ്ങൾ നിൽക്കുന്നു. എങ്കിലും ഹേ ദേവി, വിവിധങ്ങളായ രൂപങ്ങളുള്ള ഈ ലോകത്തിലെ സൗന്ദര്യത്തിൽ ഞങ്ങളുടെ മനസ്സിനെ അകപ്പെടാതെ സദാ ധ്യാനത്തിൽ ഏകാഗ്രമാകാനുള്ള അനുഗ്രഹം ദേവി ഞങ്ങൾക്ക് നൽകിയാണ്. പിന്നീട് ഈ ദേവന്മാരുടെ ഈ സ്തുതിയിൽ പ്രസന്നനായി ദേവി ദേവന്മാരോട് പറയുകയാണ്. ദേവി ചോദിക്കുകയാണ്, നിങ്ങളിൽ ഞാൻ പ്രസന്നനായിരിക്കുകയാണ്. നിങ്ങൾ പറയൂ, എന്ത് വരദാനമാണ് നിങ്ങൾക്ക് വേണ്ടത്? മഹിഷാസുരനെ വധിച്ചു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയൂ, ഞാൻ അതും കൂടി നിങ്ങൾക്ക് ചെയ്തു തരാം. അങ്ങനെ ദേവന്മാർ പറയുന്നു, ഈ ദേവിയുടെ കൃപയാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സങ്കടമായ ഈ മഹിഷാസുരൻ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്കിനി യാതൊരു ആവശ്യങ്ങളില്ല, ഞങ്ങൾ സംതൃപ്തരാണ്. എങ്കിലും ദേവി ഞങ്ങളോട് ചോദിച്ചുവല്ലോ, എന്തു വരദാനമാണ് വേണ്ടത്? അതുകൊണ്ട് ദേവി ഞങ്ങൾക്ക് ഈ ഒരു വരദാനം നൽകി അനുഗ്രഹിച്ചാൽ എപ്പോഴെല്ലാം ഞങ്ങൾ ദേവിയെ സ്മരിക്കുന്നുവോ അപ്പോഴെല്ലാം ഞങ്ങളുടെ രക്ഷയ്ക്കായി ദേവി ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമാണ് എന്ന വരദാനമാണ് ദേവന്മാരും ഋഷിമാരും ദേവിയോട് ചോദിച്ചത്. അങ്ങനെ ദേവി അവർക്ക് ആ വരദാനം നൽകി അവിടുന്ന് അന്തർധാനം ചെയ്തു.
ആ രൂപത്തെ അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞു. ഇതുപോലെ ആവശ്യമുള്ളപ്പോൾ ഒരു ശരീരത്തെ സ്വീകരിക്കാനും ആവശ്യം കഴിഞ്ഞാൽ ആ ശരീരത്തെ ലയിപ്പിക്കാനും സാധിക്കുന്ന ഒരു യോഗി ഇപ്പോഴും ഉണ്ട് ഇവിടെ. ആരാണെന്നറിയില്ല, നമ്മുടെ ഇടയിലില്ല. രജനീകാന്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ വലിയ ആരാധകനാണ്. മഹാവതാർ ബാബാജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇപ്പോഴും 25 വയസ്സുള്ള യോഗി എന്നാണ് അദ്ദേഹം ഈ ലോകത്തിൽ അറിയപ്പെടുന്നത്. അനേകം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇതാണ്, ആവശ്യമുള്ളപ്പോൾ ഒരു ശരീര രൂപത്തിൽ മനുഷ്യർക്കിടയിൽ പ്രത്യക്ഷമാവും, അത് കഴിഞ്ഞാൽ വീണ്ടും അപ്രത്യക്ഷമാവുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു സിദ്ധയോഗിയാണ് മഹാവതാർ ബാബാജി. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയുന്നത് 2054 അദ്ദേഹം വീണ്ടും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമാകുമെന്നാണ്. അങ്ങനെയുള്ള സിദ്ധികൾ ഇവിടെ ദേവിയും പ്രകടിപ്പിച്ചിരുന്നു. അതുപോലുള്ള സിദ്ധികൾ ഉള്ള യോഗികൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഇനി ഇതെല്ലാം ഈ രാജാവിനെ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? സുരത മഹാരാജാവിന് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് മഹർഷിയാണ്, വസിഷ്ഠ മഹർഷിയാണ്. അങ്ങനെ വസിഷ്ഠ മഹർഷി രാജാവിനോട് പറഞ്ഞു, ഈ രാജാവ്, ഇതാണ് ദേവിയുടെ ഒരു അവതാരകഥ. മഹിഷാസുരനെ വധിക്കുവാൻ വേണ്ടി ദേവി പ്രത്യക്ഷമാണ്. ഇനിയും ദേവി അനേകം അവതാരങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം എനിക്കിവിടെ പറയാൻ സാധിക്കില്ല. എങ്കിലും ഒരു കഥ കൂടി ഞാൻ പറഞ്ഞുതരാം. അതാരാണ്? ശുംഭനും നിശുംഭനും. ഇവരെയും കൂടി ദേവി വധിച്ച കഥ ഞാൻ അങ്ങേക്ക് വിസ്തരിച്ച് പറഞ്ഞതിനാണ്. അതുകൂടി അങ്ങ് കേട്ടാൽ. മുഴുവൻ വർണ്ണിക്കാൻ സാധിക്കില്ലെങ്കിലും എൻ്റെ അറിവിൽ ഉള്ളത് ഞാനിപ്പോൾ പറയാം. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അവതാരാഹി അസംഖ്യ ഹരി സത്വ നിതീർദ്ദുജ യഥാവിദാസന കുല്യ സരസസ്സു സരസ്രശ. അവതാരങ്ങൾ എത്രയാണ് എന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. ഈശ്വരൻ ഏതു രൂപത്തിൽ ഇപ്പോൾ പ്രകടമാകും എന്ന് പറയുവാനും സാധ്യമല്ല. അങ്ങനെ അനുഭവങ്ങൾ ലഭിച്ചവരാരെങ്കിലും ഉണ്ടോ? ഈ ജന്മത്തിൽ ഈശ്വരൻ്റെ അനുഭവങ്ങൾ ലഭിച്ചവർ ഉണ്ടോ? ഈശ്വരനെ ഏതെങ്കിലും രീതിയിൽ അനുഭവിച്ചവർ അനുഭവിക്കാൻ സാധിക്കും. ത്യാഗരാജസ്വാമികളെ കേട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലായിരുന്നു, കർണാട്ടിക് മ്യൂസിക്കിലായിരുന്നു. അദ്ദേഹം ഒരു ശ്രീരാമഭക്തനായിരുന്നു. ശ്രീരാമഭക്തനായി ത്യാഗരാജസ്വാമികളുടെ രഥം ചുമക്കുവാൻ സ്വയം ശ്രീരാമദേവൻ തന്നെയാണ് പ്രത്യക്ഷമായത്. ഋഷി പറയുന്നതിലാണ്, ഈശ്വരൻ ഭക്തന്റെ ദാസനാണ്. ഈശ്വരൻ ഒരിക്കലും സ്വതന്ത്രനല്ല. കാരണം ഈശ്വരനെ നിയന്ത്രിക്കുന്നത് ഒരു ഭക്തന്റെ ഭക്തിയാകുന്നതാണ്. ഇത് ഭഗവാൻ കൃഷ്ണൻ തന്നെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ പോലും ഈ നാരദ എനിക്ക് സാധിക്കില്ല. ഒരു ഭക്തൻ അവൻ്റെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എന്നെ മാത്രം സ്മരിക്കുകയാണെങ്കിൽ ആ ഭക്തൻ എടുത്ത് പോകാതിരിക്കാൻ എങ്ങനെയാണ് എനിക്ക് സാധിക്കുക? ഞാൻ സദാ ഭക്തൻ്റെ ദാസനാണ്. ഇതേ കാര്യം പ്രഹ്ലാദനോട് നരസിംഹമൂർത്തിയും പറയുന്നു. നരസിംഹമൂർത്തിക്ക് പ്രഹ്ലാദനോട് ക്ഷമ ചോദിക്കേണ്ട ഒരു അവസ്ഥ. നരസിംഹമൂർത്തി പറയുകയാണ്, ഈ പ്രഹ്ലാദ, നിന്റെ ഇത്രയും ചെറിയ ശരീരത്തിൽ ഇത്രയും അധികം വേദനകൾ താങ്ങാനുള്ള ശേഷി ഈ ശരീരത്തിന് ഇല്ലാഞ്ഞിട്ട് കൂടി നീ അതിനെയെല്ലാം സഹിച്ചുവല്ലേ? ഞാൻ നിന്റെ മുമ്പിൽ പ്രത്യക്ഷമാകാൻ വഴുകിപ്പോയി, അതിനെന്നോട് ക്ഷമിച്ചാൽ. പ്രഹ്ലാദൻ ഒരു വരദാനവും കൂടി നരസിംഹമൂർത്തി നൽകി. ഇനിയുള്ള 7 തലമുറകൾ നിന്റെ ഈ ഭക്തി കാരണം എൻ്റെ അനുഗ്രഹം അവർക്ക് കൂടി ഉണ്ടാകുന്നു. ആ ശ്ലോകം ഇതാണ്, കുലം പവിത്രം ജനനീ കൃതാർത്ഥ വസുന്ധര പുണ്യവതീ ഭവേന. ഏതെങ്കിലും ഒരു മനുഷ്യൻ ആത്മാർത്ഥമായ ഭക്തി കൊണ്ട് ഈശ്വര ദർശനം ഈ ജന്മത്തിൽ സാധിക്കുകയാണെങ്കിൽ അവൻ്റെ ഭക്തിയുടെ തപസ്സിൻ്റെയും പ്രഭാവം കാരണം ഇനി വരാൻ പോകുന്ന 7 തലമുറകളിലേക്ക് ഈശ്വരാനുഗ്രഹം നിലനിൽക്കുന്നു. ആ കുലം പവിത്രമായി തീരും. ജനനീ കൃതാർത്ഥ, ആ യോഗിക്ക് ജന്മം നൽകിയ മാതാവ് കൃതയായി തീരും. പിന്നീടോ വസുന്ധര എന്ന് പറഞ്ഞാൽ ഭൂമി, ആ ഭൂമി പുണ്യമായി തീരും. ഇത്രയെല്ലാം കഴിവുകൾ ഭക്തിക്കുണ്ട് എന്ന് വർണ്ണിക്കുവാൻ ആർക്കാണ് സാധിക്കുന്നത്? അത് ഈശ്വരന് പോലും സാധിച്ചിട്ടില്ല ഒരു ഭക്തൻ്റെ മഹത്വത്തെ വർണ്ണിക്കുക. ഇനി ഇന്നലെ ഞാൻ ആഹാരത്തെക്കുറിച്ച് പറഞ്ഞുള്ളൂ. അപ്പോൾ എന്നോട് ഒരാൾ ആഗ്രഹം പറയുകയുണ്ട്, അതൊന്നുകൂടി വിശദമായിട്ട് പറഞ്ഞു തരണം. അതുകൊണ്ട് ഒന്നുകൂടി വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഭഗവത്ഗീതയിലെ 17-ാം അധ്യായത്തിലെ അവിടെയാണ് ഈ 3 തരം ആഹാരങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നത്. സത്വം, രജസ്, തമസ്.
ആയു സത്വ ബല ആരോഗ്യം സുഖപ്രീതി വിവർധനാഃ രസ്യ സ്നിഗ്ധാ സ്ഥിരാ ഹൃദ്യ ആഹാര സാത്വികാഹ്യ. സാത്വികാഹാരത്തിൻ്റെ നിർവചനം ഇതാണ്. ആയുസ് വർദ്ധിക്കണം. ആയുസ് സത്വ ബല ആരോഗ്യം, സത്വഗുണം, ബലവും ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങൾ. രസ്യ സ്നിഗ്ധ സ്ഥിര ഹൃദ്യ. രസ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കഴിച്ചാൽ തൊണ്ടയിൽ കുടുങ്ങി നിൽക്കാൻ പാടില്ല. സ്നിഗ്ധ എന്ന് പറഞ്ഞാൽ എണ്ണമെഴുക്കുള്ളത്, നെയ്യ്. സ്ഥിര എന്ന് പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ ആ ആഹാരത്തിലുള്ള പോഷകങ്ങൾ നമുക്ക് ശരീരത്തിൽ എപ്പോഴും നിലനിൽക്കണം. കഴിച്ചപ്പോൾ തന്നെ പോഷകങ്ങൾ നൽകാത്ത ആഹാരങ്ങളല്ല, പോഷക ഗുണം വർദ്ധിച്ച ആഹാരങ്ങൾ. രസ്യ സ്നിഗ്ധ സ്ഥിര ഹൃദ്യ. ഹൃദ്യ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് മുഴുവൻ ശാന്തത അനുഭവപ്പെടണം. ഭക്ഷണം കഴിച്ചാൽ ഉടനെ വിയർത്ത് കുളിക്കുന്ന അവസ്ഥയിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത്. രസ്യ സ്നിഗ്ധ സ്ഥിര ഹൃദ്യ ആഹാര സാത്വികാഹ്യ. ഈ ആഹാരങ്ങൾ സത്വഗുണം വരുന്നതാകും. ഇനി രജോ ഗുണം വരുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണ്? കട്വം ലവണ തീക്ഷ്ണ തീക്ഷ്ണ രൂക്ഷവിദാഹിന ആഹാര രാജസശ്രേഷ്ഠ ദുഃഖശോഭ മയക്ഷത. കടു എന്ന് പറഞ്ഞാൽ കയ്പ്. കട്ടു അമ്ളം പുളി, ലവണം ഉപ്പ്, അത്യുഷ്ണം പറഞ്ഞാൽ അമിതമായ ചൂട്, തീക്ഷ്ണ രൂക്ഷവിദാഹിന മസാലകൾ, അമിതമായ എരിവ്, ആഹാര രാജസശ്രേഷ്ഠ ദുഃഖശോകമയപ്രദ. പുളി, കയ്പ്, ഉപ്പ്, എരിവ്, മസാലകൾ ചേർന്ന ആഹാരങ്ങൾ ഏത് ഗുണത്തിൽപ്പെടുന്നു? രജോ ഗുണത്തിൽപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച്, ഉപ്പ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ? അപ്പോൾ ആഹാരം സാത്വികമായി തീരുന്നു. ഉപ്പ് സത്വഗുണത്തിൽ പിഴയില്ല ഒരിക്കലും. ഉപ്പ് രജോ ഗുണമാണ്. ഉപ്പിൽ രജോ ഗുണവും തമോ ഗുണവും അടങ്ങിയിട്ടുണ്ട്. ഇനി തമോ ഗുണപ്രധാനമായ ആഹാരങ്ങൾ ഏതൊക്കെയാണ്? യാതയാമം ഗതരസം പൂതി പര്യൂഷിതം ചെയ്ത് ഉച്ഛിഷ്ടം അഭിചാമേദ്യം ഭോജനം താമസം പ്രിയം. യാതയാമ എന്ന് പറഞ്ഞാൽ യാമം കഴിഞ്ഞു പോയത്. യാമം എന്ന് പറഞ്ഞാൽ ഒരു യാമം എന്നാൽ 3 മണിക്കൂറാണ്. 8 യാമങ്ങളാണ് ഒരു ദിവസം. 8 × 3 24. ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണ്. യാമം കഴിഞ്ഞ ആഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭോജനം ഉണ്ടാക്കിയതിനു ശേഷം വളരെ സമയം കഴിഞ്ഞു ഗതരസം, അതിലെ രുചി നഷ്ടപ്പെട്ടു, പൂതി പര്യൂഷിതം ചെയ്തു, പുളി വന്ന് തുടങ്ങിയത്, ഉച്ഛിഷ്ടം അഭിചാമേദ്യം ഭോജനം താമസം പ്രിയം. ഒരാൾ കഴിച്ച് ബാക്കിയാക്കി വെച്ച ആഹാരം, അല്ലെങ്കിൽ നമ്മൾ ഇന്നുണ്ടാക്കിയ ആഹാരം ഫ്രിഡ്ജിൽ വെച്ച് നാളെ ഉപയോഗിക്കുക. ഒരു ആഹാരത്തിന് ഒരു കാലാവധി ഉണ്ടല്ലോ. ഇത്ര മണിക്കൂറുകളിലുള്ള ആഹാരം അത് ഡീകമ്പോസ് ആവുക, കേടുവരുന്നത്. അത് പ്രകൃതി നിയമമാണ്. പക്ഷെ നമ്മൾ കൃത്രിമമായി ഫ്രിഡ്ജൊക്കെ ഉപയോഗിച്ച ആഹാരത്തിൻ്റെ ആ സമയദൈർഘ്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ഉപയോഗിച്ചാൽ അതും തമോ ഗുണത്തിലുള്ള ആഹാരമാണ്. ഇനി ഇന്നലെ ചോദിച്ച അതേ ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ. നിങ്ങൾ ഓർമ്മയുണ്ടോ? എന്താണ് മനസ്സ്? പറയൂ. സങ്കല്പ വികല്പാത്മികം മനഃ. ഇനി ബുദ്ധി എന്താണ്? നിശ്ചയാത്മിക ബുദ്ധി. ഇനി മോഹം എന്താണ്? മുഹ്യതി അനേന ഇതി മോഹം. ഏതെല്ലാം ചിന്തകളാണോ നമുക്ക് സന്തോഷം നൽകുന്നത് അതിൻ്റെ പേരാണ് മോഹം. ആണോ? ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളാണ് കേട്ടിരുന്നുള്ളൂ. ഏതെല്ലാം ചിന്തകളാണോ നമുക്ക് ദുഃഖം നൽകുന്നത് അതിൻ്റെ പേരാണ് മോഹം. അത് നന്നായി. ഞാനത് ശ്രദ്ധിക്കണ്ടോ എന്ന് പ്രതീക്ഷിച്ചില്ല. ഒക്കെ തലയാട്ടിക്കൊണ്ടിരിക്കുന്നു. സാരമല്ലേ, പോട്ടെ. രാവിലെ 3 മണിക്ക് എണീക്കുന്നവരാരെങ്കിലും ഉള്ളൂ? ഓക്കെ. 4 മണിക്ക് എണീക്കുന്നവരാരെങ്കിലും ഉള്ളൂ? 5 മണിക്ക് എണീക്കുന്നവരാരെങ്കിലും ഉള്ളൂ? സാധകൻ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ്? സാധന അനുഷ്ഠിക്കുക. സാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയ പരിശീലനം. ഒരു സാധനന് വേണ്ട ഏറ്റവും ആദ്യത്തെ ഗുണം എന്താണ്? കൃത്യനിഷ്ഠയും അനുഷ്ഠാനം. ആ ഒരു ഗുണമില്ലെങ്കിൽ ആ വ്യക്തി സാധകൻ എന്ന പദവിക്ക് അർഹനല്ല. കൃത്യനിഷ്ഠമായ അനുഷ്ഠാനം. അതിന് ഏറ്റവും നല്ല സമയം സൂര്യോദയത്തിന് മുമ്പുള്ള സമയം. മനസ്സ് പൊതുവെ ശാന്തമായിരിക്കും. സാധകൻ്റെ ഒന്നാമത്തെ ഗുണം അതാണ്. ഇനി അതുമാത്രം പോരാ. ഒരു സാധകൻ എന്തൊക്കെയാണ് വേണ്ടത്? സമൂഹത്തിൽ ഇറങ്ങിയാൽ മറ്റുള്ളവരോട് ശാന്തമായ രീതിയിൽ പെരുമാറണം. മറ്റുള്ളവരെ ബഹുമാനിക്കണം. ആ സാധകൻ നീതിമാനായിരിക്കണം, ദയാലുവായിരിക്കണം. ഇത്രയും മാത്രം പോരാ, ഇനിയും വേണം. പെർസീവറൻസ്,
എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലൊരു ലക്ഷ്യം സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടുന്നതിൽ നിന്നും ഏതെല്ലാം രീതിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് നേരിടേണ്ടി വന്നാലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ആ ലക്ഷ്യത്തിൽ ദൃഢമായി നിൽക്കാനുള്ള കഴിവ്, അങ്ങനെ ഒരു കഴിവുണ്ടായിരിക്കണം. പിന്നീട് വേണ്ടത് അപാരമായ ക്ഷമ. ഒരു കഴുതയെ നമുക്ക് നോക്കി നടത്താൻ എത്ര പ്രയാസമാണ്, അതുപോലെയാണ് ഈ മനസ്സ്. അതുകൊണ്ട് ക്ഷമയുടെ ഏറ്റവും തീവ്രമായ ഭാവം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം സാധന ചെയ്യുന്ന കാലഘട്ടത്തിൽ. കാരണം നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ മനസ്സ് എനിക്ക് ഈ വഴി പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിച്ച് പോകും. അതുകൊണ്ട് ക്ഷമ വേണം. പിന്നെയും വിശ്വാസം. ആരെയും വിശ്വസിക്കും? ആരെയും ഞാൻ വിശ്വസിക്കേണ്ടത്? ഗുരുവിലുള്ള വിശ്വാസം. കാരണം നമുക്ക് സാധന ചെയ്യാനുള്ള മാർഗം ഗുരുവിൽ നിന്ന് മാത്രമേ ലഭിക്കൂ. ആ ഗുരുവിലുള്ള വിശ്വാസം, ക്ഷമ, വിശ്വാസം, ദൃഢത, ഇത്രയും മാത്രം മതിയോ? പോരാ, ഇനിയും കുറേ ഗുണങ്ങൾ വേണം. ഇനി വേണ്ടത് അയാൾ പരിശുദ്ധനായി, മനസ്സിൽ യാതൊരുവിധ ദുശ്ചിന്തകളും പ്രവേശിക്കുവാൻ പാടില്ല. പിന്നെ ഈ സാധകൻ പൂർണ്ണമായും ഗുരുവിൽ സമർപ്പിതനായിരിക്കും. ഗുരു ഒരു കാര്യം പറഞ്ഞാൽ അത് സംശയമില്ലാതെ അനുഷ്ഠിക്കുവാൻ തയ്യാറായിരിക്കണം. വിശ്വാസം എന്ന ശബ്ദത്തിന് യഥാർത്ഥ അർത്ഥം തന്നെ ശ്രദ്ധ എന്ന ഗുരുവാക്യത്തിലുള്ള ശ്രദ്ധയുടെ പേരാകുന്നു വിശ്വാസം. ആ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് സാധനയിൽ ഒരിക്കലും പുരോഗതി കൈവരിക്കാൻ സാധിക്കുകയില്ല. ഇനി ഈ സാധന അനുഷ്ഠിക്കുന്ന സമയത്താണ് ഈ ഭോജനം വളരെ പ്രധാനമായിരിക്കുന്നത്. കാരണം സത്വഗുണപ്രധാനമാണ്. അത് ഇന്നലെയും പറഞ്ഞില്ല. സത്വഗുണമാണ് നമുക്ക് ധ്യാനത്തിന് ആവശ്യം, നാമം ജപിക്കുവാൻ ആവശ്യം, ഏതുതരം സാധന ചെയ്യുവാനും സത്വഗുണം ആവശ്യമായതുകൊണ്ട് സത്വഗുണം വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങളെ നാം തിരഞ്ഞെടുക്കണം. ഈ ആഹാരത്തെക്കുറിച്ച് ഉപനിഷത്തിൽ പറയുന്നത് ഇതാണ്: മിതാഹാരം വിനായസ്തു യോഗാരംഭം തു കാരയേത് ജ്ഞാനാരോഗോ ഭവേത് തസ്യ കിഞ്ചിത് യോഗോ ന സിദ്ധ്യതേ. ആഹാരത്തിലുള്ള കർശന നിയന്ത്രണമില്ലാതെ ആരാണ് കഴിഞ്ഞാലും ആരെങ്കിലും ഒരാൾ യോഗ സാധനയിലേക്ക് കാലെടുത്ത് വെച്ചാൽ അയാൾക്ക് എന്താ സംഭവിക്കുക? നാനാരോഗോ ഭവേത് തസ്യ കിഞ്ചിത് യോഗോ ന സിദ്ധ്യതേ. അനേകം വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. യോഗം ഒരിക്കലും സാധിക്കുകയുമില്ല. ഏത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ നാം പുറപ്പെട്ടത് ആ ലക്ഷ്യം നേടുകയുമില്ല, ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ആഹാരം ശ്രദ്ധിക്കണമെന്ന് ഋഷി പറയാൻ കാരണം. തുടക്കത്തിൽ. എന്നാൽ ഒരു തവണ നമുക്ക് യോഗ്യത നേടിക്കഴിഞ്ഞാൽ, മനസ്സിന് ഒരു തവണ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യതയൊക്കെ നേടിക്കഴിഞ്ഞാൽ ഈ നിയന്ത്രണങ്ങളെ അവിടെ നിന്ന് എടുത്തു മാറ്റാൻ പറ്റും. ഇനി ആഹാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ശ്ലോകത്തിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. ആഹാരശുദ്ധോ സത്വശുദ്ധി, സത്വശുദ്ധോ ദുർവാസന്തി, സ്മൃതിർലാഭേ ഗ്രന്ഥീനാം വിപ്രമോക്ഷ. ആഹാരം ശുദ്ധമാകുമ്പോൾ സത്വശുദ്ധി വർദ്ധിക്കും. സത്വശുദ്ധി എന്നാൽ മനസ്സിൻ്റെ സത്വഗുണം. സത്വഗുണം വർദ്ധിച്ചു കഴിഞ്ഞാലോ ദുർവാസ്മൃതി എന്ന് പറഞ്ഞാൽ സ്മൃതി ദൃഢമായിരിക്കും. നമ്മളൊരു പുസ്തകം വായിച്ചാൽ വായിച്ച കാര്യങ്ങൾ പിന്നീട് നമ്മൾ ഒരിക്കലും മറന്നു പോകില്ല. അങ്ങനെ ഓർമ്മകൾ ദൃഢമായതിനാൽ സ്മൃതിർലാഭോ ഗ്രന്ഥീനാം വിപ്രമോക്ഷ. ഓർമ്മ ദൃഢമായി തീർന്നാൽ ഒരു സാധകന് മോക്ഷം ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓർമ്മ ദൃഢമാവുക. അതായത് ഈ ഓർമ്മ എന്നത് ഈ ഗുണങ്ങളെക്കുറിച്ചുള്ള സ്മരണ. സാധന ചെയ്യുമ്പോൾ ഏതെല്ലാം ഗുണങ്ങളാണോ നമുക്ക് ആവശ്യം, ആ ഗുണങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിച്ച് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തേണ്ട ആ ഒരു ജോലി നമുക്കാണ്. ഒരു 3 മണിക്കൂറൊക്കെ ഇരിപ്പിലിരിക്കാൻ ആ രീതിയിൽ നമ്മൾ ക്രമേണ നമ്മളെ തയ്യാറാക്കിയെടുക്കണം. ഏതെങ്കിലും ഒരു ആസനത്തിലോ പത്മാസനത്തിലോ സുഖാസനത്തിലോ ശരീരം ഒരിക്കലും ഇളകാത്തൊരവസ്ഥ. ഒരു പാറ എങ്ങനെയാണോ ഇളകാതിരിക്കുന്നത് ആ രീതിയിൽ ശരീരത്തെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കും.
ശരീരം എന്തിനാണ് ഈ അനക്കാതിരിക്കുന്നത്? ശരീരം അനങ്ങിക്കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ശരീരം അനങ്ങാതിരിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ ഏകാഗ്രത വർദ്ധിച്ചാൽ നമുക്ക് സാധനയിലും ഏകാഗ്രമാകാൻ സാധിക്കും. ഇനി ആഹാരത്തെക്കുറിച്ച് ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ചിന്മയാനന്ദജിയുടെ ജീവചരിത്രം ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ചിന്മയാനന്ദ സ്വാമികൾ 12 വർഷമായിരുന്നു ഹിമാലയത്തിൽ താമസിച്ചത്. തപോവന സ്വാമികൾ 12 വർഷം. ചിന്മയാനന്ദ സ്വാമികളുടെ ആഹാര രീതി എങ്ങനെയാണെന്ന് അറിയാം. ദിവസത്തിൽ ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കൂ. ആ ഒരു നേരം കഴിക്കുന്ന ആഹാര രീതി ഇതായിരുന്നു. ഗോതമ്പ് പൊടി എടുക്കും, അത് വെള്ളത്തിൽ കലക്കും. എന്നിട്ട് ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടാവും, അത് വിറകടുപ്പിൽ വെച്ച് ആ കലക്കിയ പൊടി ചട്ടിയിൽ ഒഴിച്ച് ദോശ ഉണ്ടാക്കി. ഒന്നുമില്ല കൂടെ, ഇത് മാത്രം. ഉപ്പോ എണ്ണയോ ഒന്നുമില്ലായിരുന്നു ചേർക്കാൻ. സങ്കല്പിച്ചു നോക്കൂ, അതും ഒരു നേരം മാത്രം ആഹാരം. അതായിരുന്നു ഹിമാലയത്തിലുള്ള ആ മഹർഷിമാരുടെ ആഹാര രീതി. അതായത് 12 വർഷത്തെ പഠനത്തിന് ശേഷമായിരുന്നു ചിന്മയാനന്ദ സ്വാമികൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇനിയും ആഹാരത്തിലെ നിയമങ്ങൾ കൂടുതൽ വിശദമായി നമ്മുടെ ശാസ്ത്രത്തിലുണ്ട്. അത് ഞാനിവിടെ എടുത്ത് പറയാത്തതിന് കാരണം അത് പറഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നില്ല. ഇത്ര മാത്രം ഓർമ്മിച്ചു വെച്ചാൽ മതി. നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളുണ്ട്. മാംസാഹാരം പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ്. പിന്നീട് ഒഴിവാക്കേണ്ടത് ഉള്ളിയും വെളുത്തുള്ളിയും. അതിനെങ്കിലും സാധിക്കുമോ? ഉള്ളിയിൽ എന്താണ് ദോഷമെന്നോ? ഉള്ളിയും വെളുത്തുള്ളിയും ഒരു വശത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഔഷധം എന്ന രീതിയിൽ പ്രവർത്തിച്ചേക്കും, ശരിയാണ്. പക്ഷേ ഈ മനസ്സിൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ ഉള്ളിയിലും വെളുത്തുള്ളിയിലും രജോഗുണമാണ് വർദ്ധിച്ചിരിക്കുന്നത്. മനസ്സ് ശാന്തമായിരിക്കാൻ ഇവ അനുവദിക്കില്ല. ശാന്തമായ മനസ്സില്ലാതെ എങ്ങനെയാണ് നമുക്ക് നാമം ജപിക്കാൻ സാധിക്കുക? ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരിക്കാൻ സാധിക്കും. അതാണ് രജോ ഗുണപ്രധാനമാണ്. ഈ ഒരൊറ്റ ഉത്തരമേതയുള്ളൂ. മനസ്സിൻ്റെ തലത്തിലേക്ക് നോക്കിയാൽ നമ്മൾ നിയന്ത്രണങ്ങൾ കൂടുതൽ കഠിനമാക്കിയേ പറ്റും. ഈ മനസ്സിനെ നിയന്ത്രിക്കുവാൻ ആഹാരത്തിലൂടെ സാധിക്കും. കാരണം നാവ് എന്നൊരു ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ മറ്റെല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുവാൻ നമുക്ക് അത്ര പ്രയാസമുണ്ടാവില്ല. ഈ ജലതന്മാത്രയുടെ നമ്മുടെ ഈ നാവും ജനനേന്ദ്രിയവും തമ്മിൽ ബന്ധമുണ്ട്. ജലതന്മാത്രയുടെ സാത്വിക അംശത്തിൽ നിന്നുമാണ് നമ്മുടെ നാവ് എന്ന ഇന്ദ്രിയം രൂപപ്പെട്ടത്. ഇതേ ജലതന്മാത്രയുടെ രാജസിക അംശത്തിൽ നിന്നുമാണ് ജനനേന്ദ്രിയം രൂപപ്പെട്ടത്. ഇവ സഹോദരന്മാരെ പോലെയാണ്. അതുകൊണ്ട് നാവിനെ നമ്മൾ പ്രലോഭിപ്പിച്ചാൽ ജനനേന്ദ്രിയത്തെയും അത് പ്രലോഭിപ്പിക്കും. ശാന്തമായിരിക്കാൻ നമ്മളെ അനുവദിക്കും. ഇനിയും അനേകം കാരണങ്ങൾ നമ്മൾ വിശദമായി പഠിച്ചാൽ മനസ്സിലാകും. പക്ഷെ എല്ലാം കൂടി എടുത്തു പറഞ്ഞാൽ അത് ഓർമ്മയിൽ നിൽക്കാനും പ്രയാസമാണ്. അതുകൊണ്ട് ഓർമ്മിച്ചു വെക്കേണ്ട കാര്യം ഇത്ര മാത്രമാണ്. ഈ 2 വസ്തുക്കൾ, ഉള്ളിൽ വെളുത്തുള്ളി എന്ന് പറയുന്നത് രജോ ഗുണം. അതുകൊണ്ട് അത് കഴിച്ചാൽ നാമം ജപിക്കുന്ന സമയത്ത് ഒരിക്കലും മനസ്സിന് ഏകാഗ്രത ലഭിക്കില്ല. അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. ആൺകുട്ടികൾ എത്ര പേരെ കാണുന്നത്? വിവാഹം കഴിയാത്ത ആൺകുട്ടികൾ ഉണ്ട്. എത്ര വയസ്സായി? 30 വയസ്സായി. എന്താ ജോലിയുണ്ടോ? ജോലിയുണ്ടോ? രാവിലെ എത്ര മണിക്ക് എണീക്കുക? കൊല്ലത്താണ്. ഇനി പെൺകുട്ടികളുള്ള അമ്മമാരെങ്കിലും ഉണ്ടോ? പെൺകുട്ടി എത്ര വയസ്സായി? 35. വിവാഹം കഴിഞ്ഞു? വിവാഹം കഴിഞ്ഞു. ഒരു 15 വയസ്സായി നിൽക്കുന്ന കുട്ടികളുള്ള അമ്മമാരെങ്കിലും ഉണ്ട്? ഇല്ല അല്ലേ? ഒന്നുമില്ല. ഞാൻ ചോദിക്കാൻ കാരണം അത്രയേ ഉള്ളൂ. അവരെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള മാർഗമുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കരുത്. മാർഗം അവിടെയുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. അമ്മമാർ വിചാരിച്ചാൽ അതിന് സാധിക്കും. അവർക്ക് താത്പര്യമുള്ള രീതിയിൽ ഈ സാധനയിലേക്ക്
കൊണ്ടുവരാൻ ഒരു വഴി നമ്മുടെ ശിവാനന്ദ സ്വാമികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞു തരാമെന്ന് കരുതി. ഫോണുള്ള കാര്യം നമ്മൾ പറഞ്ഞു കുട്ടികൾ യൂട്യൂബ് നോക്കി. അതെ, ശരിയാണ്. ചെറിയ കുട്ടികളടുത്ത് ആഹാരം കഴിക്കുമ്പോൾ ഫോണില്ലാതെ ഭക്ഷണം കഴിക്കാറില്ല. ശരിയാണ്. പിന്നെ ഒരു വഴി, അവർക്ക് എന്താണെങ്കിലും മൊബൈൽ നോക്കുന്ന ശീലമുള്ളവരാണ്. അപ്പോൾ മൊബൈലിലൂടെ തന്നെ അവരുടെ പുരോഗതിക്കുള്ള മാർഗം നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ വളരെ നന്നാണ്. ചില വളരെ ആവേശം ഉള്ളവരാണ് ഇന്നത്തെ കുട്ടികൾ. അതുകൊണ്ട് ആവേശമുള്ള രീതിയിൽ ചില ജീവചരിത്രങ്ങൾ അത് മൂവി രൂപത്തിൽ നമുക്ക് ചിന്മയാനന്ദ സ്വാമികളുടെ ജീവചരിത്രം തന്നെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. സ്വാമി ചിന്മയാനന്ദ ലൈഫ് ഹിസ്റ്ററി അടിച്ചു കൊടുത്താൽ തന്നെ പല ഭാഷകളിലും കിട്ടും. ഈ മൊബൈൽ നോക്കിയിരിക്കുന്ന സമയത്ത് ഈ മൂവി ഒന്നും ഇരുന്ന് അവരോട് കാണാൻ പറഞ്ഞു. എവിടെയെങ്കിലും തീർച്ചയായിട്ടും ഏതെങ്കിലും അതിലെ ഒരു അംശം അവരെ സ്പർശിക്കാതിരിക്കില്ല. മൊബൈലാണ് ശത്രുവെങ്കിൽ ആ ശത്രുവിനെ തന്നെ മിത്രമാക്കി മാറ്റാനുള്ള എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ നോക്കണം. അല്ലാതെ വേറെ വഴിയില്ല. മൊബൈൽ പിടിച്ചു വെച്ചാൽ അത് സംഭവിക്കും. അവർ മൃഗങ്ങളെക്കാൾ വയലൻ്റായി തീരും. അങ്ങനെ ഇപ്പം നടന്നുള്ളൂ അല്ലേ? ഇവിടെ നടന്നിരും. ഇനി ഭക്തിയെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഭക്തിയുടെ ഏറ്റവും നല്ല ഉദാഹരണം കുറേ പേര്, അനേകം പേരുണ്ട്. ഈശ്വരനുമായിട്ട് നമ്മെ യോജിപ്പിക്കണമല്ലോ, അതിന് നമ്മെ സഹായിക്കുന്ന, ഈശ്വരനുമായി നമ്മെ യോജിപ്പിക്കുന്ന ഒരു നൂല്, അതാണ് ഭക്തി. ഇനി ഭക്തി യഥാർത്ഥമാണോ എന്നെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? ഞാനൊരു ഭക്തനാണോ? ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞിരുന്നു 4 തരം ഭക്തന്മാരുണ്ട്. ചതുർവിധാവചന്തി മാം ജനാസ്ഫൂർത്തിനോർച്ചുര ആർത്തോ ജിജ്ഞാസുരത്താത്തി ജ്ഞാനീ ചപരദർശന. അത് നമ്മൾ സ്വയം ചിന്തിക്കുക. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈശ്വരൻ്റെ ഭക്തിയെ അനുകരിക്കേണ്ടത്? ഞാൻ എന്തിനു വേണ്ടി ഭക്തനായി തീർന്നു? ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഭക്തനായതെങ്കിൽ അത് യഥാർത്ഥ ഭക്തിയല്ല. എൻ്റെ മനസ്സിൽ ഈശ്വരനെ അറിയണം, അനുഭവിക്കണം എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഭക്തി ശുദ്ധമാണ്, കൂടുതൽ ശുദ്ധമായ ഭക്തിയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ അദ്ദേഹം ഒരു സന്യാസിയോട് ചോദിച്ചു, ഈ മഹർഷേ, എനിക്കൊരു സംശയം എന്നോട് ചോദിക്കാനാണ്. അങ്ങൊരു സിദ്ധയോഗിയല്ലേ, അങ്ങൊരു മഹർഷിയാണല്ലോ, അങ്ങൊരു മഹർഷിയായിട്ടും എന്തിനാണ് എല്ലാ ദിവസവും ഈ സാധന ചെയ്യുന്നത്? കുറേ വർഷങ്ങളായി അങ്ങ് ഈ തപസ് അനുഷ്ഠിക്കുന്നു. അപ്പോൾ ഈ മഹർഷി പറഞ്ഞു, പിച്ചളയുടെ പാത്രം ഉപയോഗിക്കാതെ ഇരുന്നാൽ അതിൽ ക്ലാവ് പിടിക്കും. ക്ലാവ് പിടിക്കാതിരിക്കാൻ നമ്മൾ ദിവസവും അതിനെ വൃത്തിയാക്കി വയ്ക്കും. ഇതേപോലെ മനസ്സ് സാധന ചെയ്യാതിരുന്നാൽ വേണ്ടാത്ത ചിന്തകൾ ഈ മനസ്സിലേക്ക് പ്രവാഹിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ മനസ്സിനെ എപ്പോഴും ശുദ്ധമാക്കിയിരിക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് സമയം. അപ്പോൾ രാമകൃഷ്ണ പരമഹംസർ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സ്വർണം കൊണ്ടുള്ള പാത്രമാണെങ്കിൽ അതിൽ പൂപ്പലടിക്കില്ല. ശരിയാണ്, സ്വർണം കൊണ്ടുള്ള പാത്രമാണെങ്കിൽ അതിൽ ക്ലാവ് പിടിക്കില്ല. അതിനർത്ഥം എന്താണ്? ഒരേ ഒരു തവണ നമുക്ക് ഈശ്വര ദർശനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ പറയുന്ന സാധനങ്ങളുടെ യാതൊരു ആവശ്യവുമില്ല. അത്രയും സമയം മാത്രമേ വേണ്ടൂ. ലക്ഷ്യം നേടുന്നത് വരെ മാത്രം പരിശ്രമിച്ചാൽ മതി. ഒരൊറ്റ തവണ നമ്മൾ ഈശ്വര ദർശനം ലഭിച്ചാൽ പിന്നീട് ഈ സാധനയൊന്നും ആവശ്യമില്ല. പക്ഷെ അതുവരെ ഈ ഒരു അനുഷ്ഠാനം കൊണ്ടു നടക്കാനുള്ളൊരു ക്ഷമ, അതിനുള്ള ധൈര്യം, അത് നമുക്ക് വേണം. എന്നാലേ അതിന് സാധിക്കും. ചിന്മയാനന്ദ സ്വാമികൾ വളരെ മനോഹരമായിട്ട് ഒരു അനുഭവം പറയാറുണ്ട്. ഒരിക്കലും ഇതുപോലെ ഒരു ഉപനിഷത്ത് പഠന ക്ലാസ്സിൽ ഒരു ഗൃഹസ്ഥൻ അതിൽ പങ്കെടുത്ത് വീട്ടിലെത്തി. അങ്ങനെ ഈ ക്ലാസ്സിൽ കേട്ട എന്തൊക്കെയോ വാക്യങ്ങൾ, ഈശ്വരനെ കാണുവാൻ ധ്യാനം മാത്രമാണ് മാർഗം എന്നൊക്കെ ഇയാൾ തലയിലകത്ത് കയറ്റി വെച്ചു. വീട്ടിലെത്തിയിട്ട് ഭാര്യയോട് മക്കളോട് പറഞ്ഞു, നോക്കിക്കോ, ഈ ആഴ്ച ഞാൻ ഈശ്വരനെ കാണും. ശനിയും ഞായറും ലീവാണല്ലോ, 2 ദിവസം ഞാൻ ധ്യാനത്തിൽ മുഴുകി പുറത്തു വന്ന് ഞാൻ നിങ്ങൾക്ക് ആരാണ് ഈശ്വരൻ എന്ന് വർണ്ണിച്ചു തരാം
എന്ന് വളരെ ഉത്സാഹത്തോടുകൂടി ഭാര്യയെയും മക്കളെയും പ്രചോദിപ്പിച്ചു. ഭാര്യയ്ക്കും മക്കൾക്കും ശരിക്കും അത്ഭുതമായി. അങ്ങനെ ആ ദിവസം അടുത്തേക്ക് ശനിയാഴ്ചയായി. ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഈ അച്ഛന് ഒരു ഓർമ്മയുമില്ല. ഈ അച്ഛൻ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അച്ഛന് 2 കുട്ടികളാണ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അപ്പോൾ ഈ ആൺകുട്ടി വന്ന് ചോദിച്ചു, അല്ല അച്ഛൻ ഈ ശനിയാഴ്ച ഈശ്വരനെ കാണാൻ പോകുന്നു എന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ, എന്തായി അച്ഛാ ചോദിച്ചു. അപ്പോഴാണ് അച്ഛൻ അതിനെക്കുറിച്ചൊരു ഓർമ്മ. ശരിയാണ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു ഞാൻ ഈശ്വരനെ കാണാൻ വേണ്ടി പോകുന്നത് ശരിയാണ്. പക്ഷേ ഈ ഈശ്വരനെ കാണാൻ വേണ്ടി ധ്യാനിക്കുന്ന സമയത്ത് എനിക്ക് വിശന്നാൽ എന്താ ഞാൻ ചെയ്യാം, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറ്റില്ല. ശരി ശരി എന്നാൽ ഭാര്യ വേഗം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, വളരെ ബഹുമാനത്തോടു കൂടി. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഭർത്താവ് മുകളിൽ 2 മുറികളുണ്ട്. അതിൽ ഒരു മുറിയിൽ വാതിലൊക്കെ അടച്ച് ധ്യാനത്തിന് വേണ്ടി പോവുകയാണ് ഈ ഭർത്താവ്. ഭാര്യയെയും മക്കളെയും വെച്ചിട്ട് പറഞ്ഞു, നോക്കൂ, ഞാൻ സമാധിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പിഞ്ഞു പോലും താഴത്ത് വീണുണ്ടാകുന്ന ശബ്ദം എൻ്റെ ധ്യാനത്തിന് ഭംഗം വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ജോലി നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ഭർത്താവ് മുകളിലേക്ക് പോയി. ഭാര്യയ്ക്ക് വളരെ ബഹുമാനം തോന്നി ഭർത്താവിനോട്. ഇത്രയും ദിവസം ഇത്രയും പെട്ടെന്ന് ഈ ഭർത്താവിൽ ഇത്രയും വലിയ പരിവർത്തനം. ഭാര്യയ്ക്ക് അതൊന്നും തോന്നി, സന്തോഷം തോന്നി. ഭാര്യയ്ക്ക് സോഫയുടെ മുകളിൽ ഇരിക്കാൻ പോലും പേടിയാണ്. സോഫ അമരുന്ന ശബ്ദം പോലും ഭർത്താവിന് പ്രയാസമാകരുത്. അങ്ങനെ ഭർത്താവ് തൻ്റെ ധ്യാന മുറിയിലേക്ക് പ്രവേശിക്കുന്നു, വാതിലടയ്ക്കുന്നു, ധ്യാനത്തിനു വേണ്ടിയിരുന്നു. ഇനിയിപ്പോൾ എന്താ, ധ്യാനിക്കുവാനൊരു മന്ത്രം വേണം. അപ്പോൾ ഞാൻ പ്രഭാഷണത്തിൽ കേട്ടു, ഹരി ഓം എന്ന മന്ത്രം വളരെ ശ്രേഷ്ഠമാണ്. അങ്ങനെ കണ്ണടച്ചു ഈ ഭർത്താവ്. ഹരി ഓം ഹരി ഓം. അല്ല, ഞാൻ ഇരുന്നത് നിലത്തല്ലേ, ഇടുപ്പ് വേനിക്കാൻ തുടങ്ങുന്നു. ഒരു കലാണയോ സോഫ എന്തെങ്കിലും എടുക്കട്ടെ. അവിടെ നിന്ന് എണീറ്റു കുറച്ച് കട്ടിയുള്ള നല്ല സോഫ്റ്റായ തുണി അവിടെ കൊണ്ടിട്ടു. എന്നിട്ട് അതിന് മുകളിൽ എന്നിട്ട് വീണ്ടും ഹരി ഒരു 3-4 തവണ ജപിച്ചു പോകും. എന്തൊരു ചൂട്! ഇങ്ങനെ വേർത്തുകൊണ്ടിരുന്നാൽ ഞാൻ എങ്ങനെയാണ്, എൻ്റെ ശരീരത്തിൽ ജലാംശം മുഴുവൻ നഷ്ടമാകും. സമാധി കഴിഞ്ഞ് ഞാൻ പിന്നെ ജീവനോടെ എണീക്കില്ല. ശരി, ഫാൻ ഇടാല്ലേ നമുക്ക്. അങ്ങനെ ഫാനിട്ട് ജപിക്കാൻ തുടങ്ങി. ഹരി ഉറക്കം തോന്നി. എന്താ, ഞാൻ ചായ കുടിക്കാൻ പറഞ്ഞു, അതുകൊണ്ടാണ് എനിക്ക് ഉറക്കം വരാം. നേരെ താഴത്തിറങ്ങി. അങ്ങനെ ഈ ഭാര്യ ഇത് കണ്ടു. അയ്യോ, അങ്ങ് ഈശ്വരനെ കണ്ടുല്ലേ, വളരെ സന്തോഷം. അല്ലടാ, ഞാനേ ഉറക്കം തോന്നുന്നു, ചായ കുടിച്ചില്ലല്ലോ. ഈ ഉറക്കം തോന്നിയ ധ്യാനത്തിൽ ഏകാഗ്രത കിട്ടില്ല എന്ന് ഞാൻ എന്നോട് പ്രത്യേകം പറയണോ? ഇനി എന്തേ രാവിലത്തെ ആഹാരത്തിൻ്റെ കൂടെ എനിക്ക് ഇനി ചായ വെച്ചില്ല. അങ്ങനെ ഭർത്താവ് തന്നെ പോയി ചായ ഉണ്ടാക്കി കുടിച്ചു. എന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോയി. എന്നിട്ട് വീണ്ടും ജപിക്കാൻ തുടങ്ങി. ഹരി ഓം. അങ്ങനെ ഒരു 10 മിനിറ്റ് കഷ്ടിച്ചിരുന്നു. ഇപ്പോൾ ഈ കാല് ധരിക്കാൻ തുടങ്ങി. അങ്ങനെ എന്താണ്, ഈശ്വരനെ കാണാൻ വേണ്ടി പോയ ആൾ ഇന്ദ്രിയങ്ങൾക്ക് അടിമയായതുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക്, ഇന്ദ്രിയ സുഖങ്ങൾക്കും അടിമയായ ഒരു വ്യക്തിക്ക് ഈ ആത്മീയ പാത ഒരിക്കലും യോജിക്കില്ല. വളരെ മനോഹരമായ ചിന്മയാനന്ദ സ്വാമികൾ പറഞ്ഞത് അത് കുറച്ച് പ്രയാസമാണ്. ചുരസ്യധാര നിശിതാതുരത്തിയ ദുർഗം പദസ്പദയോഗ്യത. ശിവനെ പ്രാപിക്കണമെങ്കിൽ ശിവനും കൂടി ആഗ്രഹിക്കണം, ഇയാൾ എന്നെ കാണട്ടെ, എന്നാലേ നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കും. ഈശ്വരനും കൂടി ഒരു ആഗ്രഹം തോന്നണം, നമുക്ക് ഇയാൾക്ക് എന്നെ കാണാൻ പറ്റട്ടെ. ഈശ്വരൻ 2 കൈയും നീട്ടി നമ്മെ സ്വീകരിക്കാൻ എപ്പോഴും തയ്യാറാണ്. പക്ഷേ അതിനുള്ള യോഗ്യത നമ്മൾ നേടിയെടുക്കണം. പാർവതീ ദേവി സതീദേവിയുടെ രൂപത്തിൽ ശരീരം ഉപേക്ഷിച്ച് വീണ്ടും പാർവതിയായിട്ട് ജനിച്ചു. അങ്ങനെ ശിവനെ പ്രാപിക്കുവാൻ വേണ്ടി തപസ്സനുഷ്ഠിക്കണം ഈ പാർവതിക്ക്. അങ്ങനെ നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു, ദേവി ഒരു കാര്യം ചെയ്യും, മണ്ണുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി ആ ശിവലിംഗത്തിൽ മാനസരോവരത്തിലെ ജലം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യും. ഇത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് നാരദ മഹർഷി പറഞ്ഞത് പ്രകാരം പാർവതീ ദേവി മാനസരോവരത്തിൽ
ജലമെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഭഗവാൻ ശിവൻ അവിടെ ഒരു വ്യാപാരിയുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദേവിയെ പ്രതീക്ഷിക്കുകയാണ്. ഹേ ദേവി, അങ്ങ് എന്താണ് ഈ ചെയ്യുന്നത്? ഇത്രയും രൂപസൗന്ദര്യമുള്ള ദേവി ഈ മാനസരോവരത്തിൽ എന്താണ് പണി? ദേവി പറഞ്ഞു, ഞാൻ എൻ്റെ വരാൻ പോകുന്ന പതിയായ മഹാദേവനെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി മാനസരോവരത്തിൽ നിന്ന് ജലം ശേഖരിക്കുകയാണ്. അപ്പോൾ ഈ വേഷം മാറി വന്ന ഈ ശിവൻ തന്നെ ചോദിച്ചു, വളരെ കഷ്ടം, ദേവിയുടെ പതിയായ ശിവൻ ഇത്രയും അശുദ്ധനാണ്. മാനസരോവരത്തിലെ ജലം കൊണ്ട് തന്നെ അഭിഷേകം ചെയ്യണമെങ്കിൽ മാനസരോവരത്തിലെ ജലം സ്പർശിച്ചാൽ ഏത് അശുദ്ധിയും ശുദ്ധമായി തീരും. ദേവിയുടെ ഭർത്താവ് ഇത്ര അശുദ്ധനാണോ എന്ന് ചോദിച്ചു. ദേവി പറഞ്ഞു, എനിക്ക് പേടിയാണ്, ഞാൻ തൊട്ടാൽ ശിവൻ അശുദ്ധനായി തീരുമോ എന്ന് പേടിയുള്ളത് കൊണ്ടാണ് ആദ്യം എൻ്റെ ശരീരത്തെ ഈ ജലം കൊണ്ട് ശുദ്ധമാക്കിയതിനു ശേഷം ഈ ജലം കൊണ്ട് ശിവനെ അഭിഷേകം ചെയ്യും. ഈ ലോകത്തിൽ ശുദ്ധമായിട്ടൊരു വസ്തു ഉണ്ടെങ്കിൽ അത് കേവലം ശിവൻ മാത്രമാണ്. അപ്പോൾ വീണ്ടും ഇയാൾ ചോദിച്ചു, ദേവിക്ക് ഇതിലും നല്ല ഭർത്താക്കന്മാരെ പുരുഷന്മാരെ കിട്ടുമല്ലോ, എന്തിനാണ് ഈ സന്യാസിയുടെ പുറകെ നടക്കുന്നത്? അങ്ങ് കേൾക്കൂ, എന്നെ സംബന്ധിച്ച് ഈ ലോകത്തിൽ ഒരേ ഒരു പുരുഷൻ മാത്രമേ ഉള്ളൂ, അത് മഹാദേവൻ മാത്രമാണ്. ദേവിയെ പരീക്ഷിക്കാൻ വന്ന മഹാദേവൻ അവിടെ പരാജയപ്പെട്ടു. ഭക്തിക്ക് മുമ്പിൽ ഭഗവാൻ പോലും നമിക്കും. അങ്ങനെ എത്രയോ കഥകൾ നമുക്ക് പുരാണങ്ങളിൽ നിന്ന് ദർശിക്കാൻ സാധിക്കും. പക്ഷേ ഭക്തിയിൽ നമുക്ക് വിശ്വാസമുണ്ടാകണം. നമ്മൾ വളരെ പ്രചോദനത്തോടുകൂടി നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ വളരെ സമർത്ഥരാണ്. പക്ഷെ അത് ചെയ്യാനുള്ളൊരു സമയം വരുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഏകാഗ്രമായി സാധന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും എൻട്രൻസ് പരീക്ഷയ്ക്ക് എഴുതി. അപ്പോഴാണ് വിവരം അറിയുന്നത് എൻട്രൻസ് പാസ്സായി IIT-യിൽ അഡ്മിഷൻ കിട്ടി. കഴിഞ്ഞു. സാധനയിലുള്ള ഏകാഗ്രത അവിടെ തീർന്നു. അമിത ഉത്സാഹത്തോടെ നമ്മൾ അതൊക്കെ ഉപേക്ഷിച്ച് അപ്പോൾ എവിടെ പോയി നമ്മുടെ ശ്രദ്ധ? എന്തെങ്കിലും ഒരു ചെറിയ ലാഭം കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തെ മറന്നു പോകും. അത് സംഭവിക്കരുത്. ഇനി ദേവി മഹാത്മ്യത്തിൽ 13 അധ്യായങ്ങളുണ്ട്. പിന്നെ നാളെയല്ലേ വിളക്ക് പൂജ? നാളെ വൈകുന്നേരം. അപ്പോൾ നാളെ എന്താണ്, രാവിലെയാണോ? 10 to 11 വരെ. 4:30 വിളക്ക് പൂജ അല്ലേ? ഞാൻ ചുമലിക്ക് പറഞ്ഞു. ഒരു ഉദാഹരണം കൂടി പറയും. രാമകൃഷ്ണ പരമഹംസർ പറയും, ഈ ചാണകപ്പുഴു എന്ന് കേട്ടിട്ടുണ്ട്. ചാണകപ്പുഴുവിനൊരു സ്വഭാവം, ചാണകത്തിലാണ് ഈ പുഴു സദാസമയം നിൽക്കുന്നത്. നമ്മൾ ഈ പുഴുവിനെ എടുത്ത് താമരപ്പൂവിൽ കൊണ്ടുവച്ചാൽ ഈ ചാണകപ്പുഴു വീണ്ടും ചാണകത്തിലേക്ക് നിൽക്കും. ഇതുപോലെയാണ് ലൗകിക വിഷയങ്ങളിൽ താല്പര്യമുള്ള മനുഷ്യരുടെ അവസ്ഥ. നമ്മൾ എത്ര തന്നെ ആത്മീയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവർക്ക് നൽകിയാലും അവരുടെ മനസ്സിൽ അതൊന്നും നിൽക്കില്ല. അവർ വീണ്ടും പഴയ രീതിയിലേക്ക് തിരിഞ്ഞു പോകും. ലൗകിക വിഷയങ്ങളിൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവർക്ക് സാധിക്കില്ല. ഭക്തിക്ക് ശക്തിയുണ്ട്. ഭക്തി ശക്തിയായി മാറുന്നത് ആ ഭക്തന്റെ മനസ്സിൽ വിശ്വാസമുള്ളപ്പോൾ മാത്രമാണ്. ഒരു കാര്യം കൂടി പറയാം. ഷുഗറിന്റെ ലിമിറ്റ് എന്താണ്? ഷുഗർ ഉള്ളവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഷുഗർ 512 ആ ലെവലിലെത്തി എന്താണ് അവസ്ഥ? ഹൈ ഷുഗർ ആയില്ലേ? ഇത് കുറയ്ക്കാൻ എന്താ വഴി? 512 ആ തലത്തിൽ ഷുഗറിലെത്തിയ ഒരാളുണ്ട്. ആരറിയാം? എൻ്റെ അമ്മയല്ല അവിടെ ഇരിക്കും. എൻ്റെ അമ്മയല്ല. പക്ഷെ ഇപ്പോൾ ഷുഗർ നോർമലാണ്. അതാണ് പറയുന്നത്. വിഷ്ണു നമ്പൂതിരിയാണ് നമ്മുടെ കയറംകുളത്ത്, അറിയോ? ഡോക്ടറെ കാണിച്ചു. ഡോക്ടർക്ക് തന്നെ അത്ഭുതമായി. മരുന്ന് കൊണ്ട് ഇത് സംഭവിക്കില്ല എന്ന് ഡോക്ടർക്ക് തന്നെ അത്ഭുതമായി. ഇത് എങ്ങനെ സംഭവിച്ചു? അതാണ് പറഞ്ഞത്.
നമ്മൾ മനസ്സിൽ വിശ്വാസത്തിന് അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ സാധിക്കും. മരുന്ന് മാത്രം കഴിച്ചാൽ പോലും അനുഷ്ഠാനവും കൂടി വേണം. അനുഷ്ഠാനങ്ങളുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞാൽ ഈ മരുന്നുകളെ കൂടി നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. പിന്നെ ഞങ്ങളെ എപ്പോഴും എല്ലാ വർഷവും സഹായിക്കാറുണ്ട് ഈശ്വരമാണ്. ഈശ്വരൻ എപ്പോഴും അവർക്ക് അനുഗ്രഹങ്ങൾ നൽകട്ടെ. എല്ലാ വർഷവും ആ ശ്രീകൃഷ്ണ ജയന്തി നടത്താറുണ്ട്. തായികോട പരീക്ഷകർക്ക് എല്ലാ വർഷവും നമ്മൾ സഹായിക്കാറുണ്ട്. നമുക്ക് ഇന്ന് എത്രയും മതി. നാളെ രാവിലെയല്ല, ഞാൻ പൂർണ്ണമതം ചൊല്ലിയതിനു ശേഷം ഭജനൊക്കെ ചൊല്ലും. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി